ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റ് അമീർ പുതുതായി അംഗീകാരം നൽകിയ പുതുക്കിയ റെസിഡൻസി നിയമത്തിലുള്ളത് പ്രവാസികളുടെ വിസ, താമസം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കർശന വ്യവസ്ഥകളാണ്. പ്രവാസികളുടെ പരമാവധി റെസിഡൻസി വിസ 5 വർഷത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതുൾപ്പെടെയുള്ള കർശന വ്യവസ്ഥകളാണ് ഇതിലുള്ളത്. പ്രവാസികളുടെ താമസത്തിനുമേൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്താനും താമസം, തൊഴിൽ, സമ്പ്രദായങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷാവിധി നൽകാനുമാണ് ചട്ടങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന നിയന്ത്രണങ്ങൾ ഇനി പറയുന്നു. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പ്രവാസികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണം. ഹോട്ടലുകളും ഫർണിഷ് ചെയ്ത താമസ സൗകര്യം നൽകുന്നവരും 24 മണിക്കൂറിനുള്ളിൽ വിദേശ അതിഥികളുടെ വരവും പോക്കും റിപ്പോർട്ട് ചെയ്യണം. കുവൈറ്റിൽ വിസിറ്റ് വിസയിലെത്തുന്ന പ്രവാസികൾക്ക് വിസ എക്സ്റ്റൻഷനോ റെസിഡൻസി പെർമിറ്റോ അനുവദിച്ചിട്ടില്ലെങ്കിൽ പരമാവധി 3 മാസം വരെ മാത്രമേ രാജ്യത്ത് താമസിക്കാനാകൂ. താൽക്കാലിക റെസിഡൻസി പെർമിറ്റുകൾ 3 മാസത്തേക്ക് പരിമിതപ്പെടുത്തി. എന്നാൽ 1 വർഷം വരെ ഇത് നീട്ടാം. കുവൈറ്റിലെ സ്ത്രീകളുടെയും പ്രോപ്പർട്ടി ഉടമകളുടെയും കുട്ടികൾക്ക് 10 വർഷം വരെയും നിക്ഷേപകർക്ക് 15 വർഷം വരെയും വിസ അനുവദിക്കും. എന്നാൽ പ്രവാസികളുടെ റെഗുലർ റെസിഡൻസി 5 വർഷമായി പരിമിതപ്പെടുത്തി. സാധാരണ ഒരു പ്രവാസിക്ക് 5 വർഷം മാത്രമേ റെസിഡൻസി വിസ ലഭിക്കുകയുള്ളൂ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഗാർഹിക തൊഴിലാളികൾക്ക് 4 മാസത്തിൽ കൂടുതൽ കുവൈറ്റിന് പുറത്ത് തുടരാൻ അനുവാദമില്ല. ഒരു വിദേശിയുടെ വിസ കാലഹരണപ്പെടുകയോ വിദേശി അവരുടെ അനുവദനീയമായ കാലയളവ് കവിയുകയോ ചെയ്താൽ സ്പോൺസർ മന്ത്രാലയത്തെ അറിയിക്കണം. പ്രവാസികളെക്കുറിച്ചുള്ള ആവശ്യമായ വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ 2000 ദിനാർ വരെ പിഴ ചുമത്തും. ചട്ടങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന ഹോട്ടൽ മാനേജർമാർക്കും ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാർക്കും 400 ദിനാർ വരെ പിഴ ചുമത്തും. റെസിഡൻസി വിസ ലംഘനങ്ങൾക്ക് 1 വർഷം വരെ തടവും 1200 ദിനാർ വരെ പിഴയും ലഭിക്കും. സന്ദർശന വിസയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്ക് 2000 ദിനാർ ആയിരിക്കും പിഴ. അനധികൃതമായി രാജ്യത്ത് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് 3 വർഷം വരെ തടവും 3000 ദിനാർ വരെ പിഴയും ലഭിക്കും. നിയമവിരുദ്ധമായി വിദേശികളെ ജോലിക്കെടുക്കുകയോ വിസയുമായി ബന്ധപ്പെട്ട കുടിശ്ശിക അടയ്ക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ 2 വർഷം വരെ തടവും 10000 ദിനാർ വരെ പിഴയും ലഭിക്കും. റെസിഡൻസി കടത്തിന് 5 വർഷം വരെ തടവും 10000 ദിനാർ വരെ പിഴയും ലഭിക്കും. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി UAEയുടെ 53ാമത് ഈദ് അൽ ഇത്തിഹാദ് അഥവാ ദേശീയദിന അവധികൾക്കായി സൗജന്യ പൊതു പാർക്കിംഗും ദുബായ് മെട്രോയുടെ ദീർഘിപ്പിച്ച പ്രവർത്തന സമയവും പ്രഖ്യാപിച്ചു. ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്കും അവധി ദിവസങ്ങൾ ആസ്വദിക്കുന്നവർക്കും യാത്ര എളുപ്പമാക്കുന്നതിനായി ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ദുബായ് മെട്രോയുടെ പ്രവർത്തനം RTA 1 മണിക്കൂർ നീട്ടിയിട്ടുണ്ട്. പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരമുള്ള മെട്രോയുടെ പ്രവൃത്തി സമയം ഇനി പറയുന്നു. നവംബർ 30 ശനിയാഴ്ച രാവിലെ 5 മണി മുതൽ അടുത്ത ദിവസം പുലർച്ചെ 1 മണി വരെ. ഡിസംബർ 1 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ അടുത്ത ദിവസം പുലർച്ചെ 1 മണി വരെ. ഡിസംബർ 2 തിങ്കൾ രാവിലെ 5 മണി മുതൽ അടുത്ത ദിവസം പുലർച്ചെ 1 മണി വരെ. ഡിസംബർ 3 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. സാധാരണ ദിവസങ്ങളിൽ ദുബായ് മെട്രോ തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചകളിലും രാവിലെ 5 മുതൽ 12 വരെയാണ് സർവീസ് നടത്തുക. വെള്ളിയാഴ്ച രാവിലെ 5 മുതൽ പുലർച്ചെ 1 മണി വരെയും ഞായറാഴ്ച രാവിലെ 8 മുതൽ 12 വരെയുമാണ് പ്രവൃത്തി സമയം. ഇതിനു പുറമെ UAE ദേശീയദിന അവധിക്ക് 2 ദിവസത്തെ സൗജന്യ പാർക്കിംഗും ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചു. ഡിസംബർ 2 തിങ്കൾ മുതൽ ഡിസംബർ 3 ചൊവ്വാഴ്ച വരെ ദുബൈയിലെ എല്ലാ പൊതു പാർക്കിങ്ങുകളും സൗജന്യമായിരിക്കുമെന്ന് RTA പ്രസ്താവനയിൽ അറിയിച്ചു. ഞായറാഴ്ചകളിൽ സാധാരണ ഫീസ് ഈടാക്കാത്തതിനാൽ 3 ദിവസത്തെ സൗജന്യ പാർക്കിംഗ് സേവനമാണ് ലഭിക്കുക. അതുപോലെ തന്നെ വാഹന പരിശോധനയ്ക്കായുള്ള സേവനദാതാക്കളുടെ കേന്ദ്രങ്ങളും കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകളും ഡിസംബർ 2, 3 തീയതികളിൽ അടച്ചിടുമെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു. ഈ വർഷം ഈദ് അൽ ഇത്തിഹാദിന് 4 ദിവസത്തെ വാരാന്ത്യമാണ് മിക്ക താമസക്കാർക്കും ലഭിക്കുക. സർക്കാർ അധികാരികൾ നേരത്തെ ഡിസംബർ 2, 3 തീയതികളിൽ സ്വകാര്യ പൊതുമേഖലകൾക്ക് ശമ്പളത്തോടു കൂടിയ അവധി പ്രഖ്യാപിച്ചിരുന്നു. ദുബൈയിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളും നഴ്സറികളും സർവകലാശാലകളും ഡിസംബർ 2, 3 തീയതികളിൽ അവധിയായിരിക്കും. ഡിസംബർ 4 ബുധനാഴ്ച മുതൽ സാധാരണ ക്ലാസുകൾ പുനരാരംഭിക്കും.
യുഎയിലെ പ്രാദേശിക വിപണികൾ ഈക്കോളി ബാക്ടീരിയയാൽ മലിനമായ ഓർഗാനിക് ക്യാരറ്റിൽ നിന്നും മുക്തമാണെന്ന് കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം വെള്ളിയാഴ്ച അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് വിശദീകരണം. വിപണിയിലെ ഭക്ഷണത്തിന്റെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കാനും എല്ലാ ആരോഗ്യ സാങ്കേതിക മാനദണ്ഡങ്ങളും പാലിക്കാനും ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രാലയം എക്സിൽ നൽകിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. യുഎസിൽ ഗ്രീംവേ ഫാംസ് എന്ന ഫാം വിൽക്കുന്ന ഓർഗാനിക് ഹോൾ ബാഗ്സ് ക്യാരറ്റുകളുടെയും ബേബി ക്യാരറ്റുകളുടെയും ഒന്നിലധികം ബ്രാൻഡുകളിൽ നിലവിൽ ഈക്കോളി O121 അണുബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു വാർത്ത പ്രചരിച്ചത്. ഈക്കോളി ബാക്ടീരിയ കണ്ടെത്തിയതിനെ തുടർന്ന് സെന്റേഴ്സ് ഓഫ് ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ഈ ഉൽപ്പന്നത്തിനും സ്ഥാപനത്തിനുമെതിരെ അന്വേഷണത്തിന് അധികൃതർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ കമ്പനിയുടെ ക്യാരറ്റ് യുഎയിലെ മാർക്കറ്റുകളിൽ വിൽപ്പന നടത്തുന്നില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കഠിനമായ വയറുവേദന, വയറിളക്കം, ഛർദി എന്നിവയാണ് ഈക്കോളിയുടെ ലക്ഷണങ്ങൾ. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് 3 മുതൽ 4 ദിവസം കഴിഞ്ഞാണ് സാധാരണയായി ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. മിക്ക ആളുകളും 5 മുതൽ 7 ദിവസങ്ങൾക്ക് ശേഷം ചികിത്സയില്ലാതെ സുഖം പ്രാപിക്കാറുണ്ടെങ്കിലും ചിലരിൽ ഇത് ഗുരുതരമായ വൃക്ക തകരാറുകൾക്ക് കാരണമായേക്കാമെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരുമെന്നും സെന്റേഴ്സ് ഓഫ് ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചു. യുഎസിലെ 18 സംസ്ഥാനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് കഴിച്ച് 39 പേർ രോഗബാധിതരാവുകയും അവരിൽ 15 പേർ ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. ഇത് കാരണം ഒരു മരണവും യുഎസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് ഉൽപ്പന്നം യുഎസ് വിപണികളിൽ നിന്നും അടിയന്തരമായി പിൻവലിച്ചിരുന്നു. ഇതേ തുടർന്ന് ക്യാരറ്റിന്റെ കൃഷി, വിളവെടുപ്പ്, സംസ്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ടവർ അവലോകനം ചെയ്തു വരികയാണെന്ന് ഗ്രീംവേ ഫാംസ് കമ്പനി അധികൃതർ അറിയിച്ചു. 53ാമത് UAE ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അൽഹംറിയ പോർട്ടിലെ മത്സ്യത്തൊഴിലാളികളെ ആദരിച്ചു. ദുബായ് ഫിഷർമെൻ കോഓപ്പറേറ്റീവ് അസോസിയേഷനുമായി സഹകരിച്ച് ദുബൈയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരമ്പരാഗത കരകൗശല വസ്തുക്കൾ സംരക്ഷിക്കുന്നതിലും ദേശീയ വ്യക്തിത്വവും രാജ്യത്തിന്റെ സമുദ്ര പൈതൃകവും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുന്നതിലും മത്സ്യത്തൊഴിലാളികളുടെ സുപ്രധാന പങ്ക് എടുത്തുകാട്ടുന്നതായിരുന്നു പരിപാടി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.